ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നതേ നമ്മുടെ ചൊവ്വാഴ്ച നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട്, അതുമായിട്ടല്ല, എനിക്ക് നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആ ഒരു വിഭാഗക്കാരോടും എനിക്ക് അവരോട് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എനിക്ക് ഇത് പറയാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. ചൊവ്വാഴ്ച നടന്ന ഹർത്താൽ എല്ലാവരും അടിച്ചമർത്താൻ ശ്രമിച്ചു, എന്തുകൊണ്ടാണ് നീ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്ത് കണ്ടില്ലല്ലോ, ഞങ്ങളുടെ വിഭാഗക്കാർ നടത്തിയ ഹർത്താൽ ആയതുകൊണ്ടാണോ എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചതെന്നോ അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നും ആരും അത് നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത്. തികച്ചും ന്യായമായ ഒരു ചോദ്യമാണ് അവൾ എന്നോട് ചോദിച്ചത്. കാരണം അവൾക്ക് അതിനെക്കുറിച്ച് അത്രേ അറിയുള്ളൂ. അവൾക്കെന്നല്ല, ആ വിഭാഗത്തിലുള്ള എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് തെറ്റായ ധാരണകളുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വിഷമത്തോടെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു വിഭാഗം, എനിക്ക് ആ വിഭാഗത്തിന്റെ ഇത് തന്നെ എടുത്തു പറയാൻ എനിക്ക് താല്പര്യമില്ല, എങ്കിലും കുറച്ച് കാര്യങ്ങൾ, ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപിക കൂടി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തു പറയുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എന്റെ ഈ ചോദ്യം ചോദിച്ച സുഹൃത്തിനോട് ഉൾപ്പെടെയാണ് കേട്ടോ. ഞാനോളും വളരെ നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഏത് വിഭാഗം, അതായത് ഏത് വിഭാഗം നടത്തിയത് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുപോലെ ഞങ്ങൾ ഇത്രയും മോശക്കാരാണോ എന്നൊക്കെയുള്ള ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, സമൂഹത്തിൽ അങ്ങനെ ഒരു വിഭാഗമെന്നോ ഒരു മോശക്കാരെന്നോ ഉള്ള ഒരു രീതിയും ഇവിടെ ഇല്ല. നിങ്ങൾ മനുഷ്യരെങ്കിലും അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. വിശ്വാസം നമുക്ക് എല്ലാവർക്കുമുണ്ട്, മതം നമുക്ക് എല്ലാവർക്കും വേണം. പക്ഷേ അവിടെ ഒരു ജാതി പറഞ്ഞ ഒരു അധിക്ഷേപമോ അല്ലെങ്കിൽ ജാതി പറഞ്ഞൊരു പിൻവലിയമോ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് വളരെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ളവരും അല്ലെങ്കിൽ ഈ വിഭാഗത്തിലുള്ളവർക്ക് പോലും വളരെ എന്താ പറയുന്ന ഒരു ഗിൽറ്റി ഫീൽ, ഒരു എന്താ പറയുന്ന ഒരു മോശം ഫീലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിൻവലിയുന്നത്? നിങ്ങളെ എന്ത് കാര്യത്തിലാണ് സമൂഹം വേർതിരിച്ച് നിർത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ തന്നെ ഇങ്ങനെ പിൻവലിയുമ്പോൾ ബാക്കിയുള്ളവർ നിങ്ങളെ എങ്ങനെയായിരിക്കും കാണുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു ജാതി വ്യവസ്ഥ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ചില ഭരണഘടനാപരമായ അവകാശങ്ങൾ, അത് ഒരിക്കലും ഔദാര്യമല്ല, അതൊരു പരിഹാര പ്രക്രിയ മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു പരിഹാര പ്രക്രിയ മാത്രമാണ്. ആ പരിഹാര പ്രക്രിയയെ നിങ്ങൾ എല്ലാവരും ഒരു ഔദാര്യമായി കണ്ടിട്ട് നിങ്ങൾ ഏറ്റവും പിന്നിലോട്ടുള്ളവരാണെന്നും ബാക്കി എല്ലാവരും വളരെ മുന്നിൽ. എങ്ങനെയാണ് അങ്ങനെ പറ്റുക? എൻ്റെ കൈ മുറിഞ്ഞാലും ചുമന്ന കളർ ചോരയല്ലേ വരിക? നിങ്ങളുടെ ആരുടെ കൈ മുറിഞ്ഞാലും വരുന്നത് ചുമന്ന കളർ ചോരയില്ലേ? അപ്പൊ നമ്മളെല്ലാവരും മനുഷ്യരാണ്. അവിടെ സാമ്പത്തികപരമായി മുന്നോട്ട് നിൽക്കുന്നവരുണ്ട്, മീഡിയം ലെവലിൽ ജീവിക്കുന്നവരുണ്ട്, അന്നന്ന് ജോലിക്ക് പോയി അന്നേക്കുള്ള ആഹാരം കണ്ടെത്തി ജീവിക്കുന്നവരുണ്ട്, ആഹാരത്തിന് പോലും വകയില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ പല മനുഷ്യരും, എനിക്കത് മാത്രമാണ് പറയാനുള്ളത്, പല മനുഷ്യരും സഹജീവികളോടുള്ള കരുണ എന്ന പേരിൽ പല മനുഷ്യരും സഹായിക്കാറുമുണ്ട്. അങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ്, ലൈഫ് ഈസ് ഷെയർ ആൻഡ് കെയർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ സഹായിച്ചും സഹകരിച്ചും ഒന്ന് കെയർ ചെയ്തുമൊക്കെയാണ് നമ്മൾ പരസ്പരം ജീവിക്കുന്നത്. അവിടെ ഒരു വിഭാഗക്കാർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റി നിർത്തലും സമൂഹത്തിൽ ഇല്ല. ഭരണഘടനയുടെ പട്ടികയിൽ ഞാൻ പറഞ്ഞല്ലോ, നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആ ഒരു വ്യവസ്ഥ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പരിഹാര പ്രക്രിയ എന്ന രീതിയിൽ ഭരണഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഭാഗം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗം എന്നുൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പട്ടികയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏക വിഭാഗക്കാർ ഇവരാണ്, അല്ലെങ്കിൽ നിങ്ങളാണ്. അപ്പൊ ആ നിങ്ങളാണ് ഭരണഘടനയിൽ ഏക മെൻഷൻ ചെയ്തിരിക്കുന്ന വിഭാഗക്കാർ. അപ്പൊ ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത് നിങ്ങളല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഭരണഘടനാപരമായി നോക്കുകയാണെങ്കിൽ ആകെ ഈ 12 പട്ടികയിൽ നിങ്ങളുടെ മാത്രമേ ഉള്ളൂ പ്രത്യേകം പേരെടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങളാണ് ഏറ്റവും മുകളിൽ നിൽക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ജാതിപരമായ അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഈ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കിടയിലുള്ള അധിക്ഷേപങ്ങളൊക്കെ ഒരു സമൂഹത്തിന്റെ വികൃതമായ വൈകല്യങ്ങളാണ്. അത് മാറ്റുക എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ ലക്ഷ്യമാണ്.
അത് ഒരു വിഭാഗത്തിലേക്ക് മാത്രമായി ചുരുങ്ങരുത് എന്ന് മാത്രമാണ് എൻ്റെ ഒരു അപേക്ഷ മാത്രമല്ല, അങ്ങനെ ചുരുങ്ങരുത്. നമ്മൾ കുറച്ച് വിശാലമായി എല്ലാവരും ചിന്തിക്കണം. ഇപ്പൊ ആ ഒരു വിദ്യാർത്ഥിയുടെ മരണം എന്ന് പറയുന്നത് നമ്മളെല്ലാം പറഞ്ഞു, ആ കോളേജിലെ അധ്യാപകൻ ജാതിപരമായി അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിദ്യാർത്ഥി എന്ന്. അതിനുശേഷം പോലീസിന്റെ അന്വേഷണത്തിൽ ആ വിദ്യാർത്ഥി ഒരു ലോൺ എടുത്തിരുന്നെന്നും ആ ലോൺ ആപ്പിൽ അധ്യാപികയുടെ പേര് ഉൾപ്പെടെ ഫോൺ നമ്പറും കൊടുത്ത് ആ അധ്യാപികയുടെ പേരിലൊക്കെ ലോൺ എടുത്തു. അങ്ങനെയും അവരെ വിളിച്ചു കുറെ മാനസികമായി ഈ കുട്ടിയെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നെന്നും. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലായിരിക്കും ആ കുട്ടി അങ്ങനെ ചെയ്തത്. എന്തോ എനിക്കറിയത്തില്ല. ആ കുട്ടിയോട് തികച്ചും ബഹുമാനത്തോടുകൂടിയും വിഷമത്തോടുകൂടിയും പറയുന്നു, അതിന് നീതി ലഭിക്കട്ടെ, അതിനകത്ത് തെറ്റ് ചെയ്ത നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. പിന്നെ ഈ അധ്യാപകന്റെ കാര്യം പല വിദ്യാർത്ഥികളും അതിനുശേഷം വന്ന് പറയുന്നുണ്ട്, ഇദ്ദേഹം പല വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. ഈ വിദ്യാർത്ഥി മരിക്കുന്നത് വരെ നിങ്ങളൊക്കെ എന്താ ഉറങ്ങിപ്പോയോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ഇത്രയും വലിയ ഒരു പ്രശ്നം ആ കോളേജിനുള്ളിൽ നടന്നിട്ട് അത് പുറത്തേക്ക് പറയാതിരുന്നത്? അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് കംപ്ലൈന്റ് കൊടുക്കാതിരുന്നത്? പ്രിൻസിപ്പലിന് കൊടുത്തിട്ട് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നിയമപരമായി പോകാതിരുന്നത് എന്താണ്? ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും 18 വയസ്സിനും 20 വയസ്സിനും മുകളിലുള്ള കുട്ടികളല്ലേ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും അത് പരാതിപ്പെടാമായിരുന്നു. പോകട്ടെ, ഞാനിവിടെ പറയുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരിക്കലും ഒരു ഔദാര്യമല്ല, ഒരു പരിഹാര പ്രക്രിയ മാത്രമാണ്. നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പം ഓടിയെത്താനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ് ഈ ഭരണഘടനാപരമായ അവകാശം. ഒരിക്കലും അത് ഔദാര്യമല്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ വകുപ്പ് 15 വിവേചനത്തിൽ നിന്ന് സംരക്ഷണം. യാതൊരു വിവേചനവും ജോലിയിലോ വിദ്യാഭ്യാസത്തിലോ ഒന്നും പാടില്ല ആരോടും. അതുപോലെ വകുപ്പ് 17 അയിത്ത നിർമാർജനം, അബോളിഷൻ ഓഫ് അൺടച്ചബിൾസ്, ആരെയും തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഇതൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാര പ്രക്രിയ മുന്നോട്ട് വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ആ പരിഹാര പ്രക്രിയയിലൂടെ നമ്മൾ ഓടി ഓടി മുന്നിലേക്ക് വരണം എന്ന് മാത്രമാണ് എനിക്ക് ദയവായി പറയാനുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയ ആളെന്ന് നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോട് പറയുന്ന പേരാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം വളരെ അന്നത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നത്തെ കാര്യം വെച്ചിട്ടല്ല, ഒരിക്കലും ജാതി പറയുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളാണ് അദ്ദേഹം. ജാതിപരമായി അന്ന് ഒരുപാട് പിന്നിലോട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹം ജനിച്ചത്. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് പഠിക്കാനോ വിദ്യാഭ്യാസം കൃത്യമായി ലഭിക്കാനോ ഒന്നുള്ളൊരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അന്ന് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ മുകളിൽ അദ്ദേഹത്തിന്റെ പേരെഴുതി വെക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അദ്ദേഹം ഓടി 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 മുന്നിലേക്ക് എത്തിയതാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന ഉണ്ടാക്കിയ ആളെന്ന് പറഞ്ഞത്, അതായത് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹമാണ് ഇന്ന് ഭരണഘടന ഉണ്ടാക്കിയത് എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നിൽക്കുകയല്ല ചെയ്തത്. അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ വിശാലമായി തുറന്നു വിടുക. അങ്ങനെ ആരെങ്കിലും ഒരു അധിക്ഷേപം നമ്മളോട് നടത്തിയാൽ, ഞാൻ മനുഷ്യനാണ്, ഈ സമൂഹത്തിൽ ജീവിക്കാൻ എല്ലാവിധ അവകാശങ്ങളുമുള്ള ഒരു മനുഷ്യൻ, അല്ലാതെ ഒരു ജാതിപരമായിട്ടും അല്ലെങ്കിൽ ഒരു മതപരമായിട്ടും എന്നെ വിയോജിപ്പിച്ച് നിർത്താൻ പാടില്ല. അങ്ങനെ ഒരു അവകാശം ഭരണഘടന എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ കാലത്ത് ആ വിഭാഗത്തിൽപ്പെട്ടവർ നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന അവശതയിൽ നിന്നും അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിഹാര പ്രക്രിയ മാത്രമാണിത്. അല്ലാതെ ഒരിക്കലും വളരെ പിന്നിലായതിന്റെ പേരിലല്ല എന്ന് ഉറച്ചു പറയാനുള്ള ഒരു ആർജവം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിൽ നിന്ന് മുക്തരാവുകയുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമ്മുടെ കുട്ടികളോട് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഒരു അധ്യാപകർ വഴക്കു പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ഉടനെ നമ്മൾ പറയും, ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടാ, നമ്മൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ, അതുകൊണ്ട് എല്ലാവരും നമ്മളോട് ആ വേർതിരിവ് കാണിക്കും. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിലും കയറി വരും ആ ചിന്ത, ഞാൻ എന്തോ മോശം വിഭാഗത്തിലാണെന്ന്. ഒരിക്കലും നമ്മുടെ വരുന്ന തലമുറകളോട് അത് പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തരുത്. മറ്റുള്ളവർക്കൊപ്പമുള്ള തുല്യതയും തുല്യനീതിയും പറഞ്ഞു കൊടുത്ത് വേണം നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ വളർത്താൻ. ഒരിക്കലും ഞാൻ പറയട്ടെ, ഭരണഘടന നമുക്ക് ചില സംരക്ഷണങ്ങൾ നൽകുന്നത് നമ്മൾ ദുർബലരായതുകൊണ്ടല്ല. നമ്മളെ ദുർബലരാക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഇത് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ നിലനിന്നിരുന്നു. നമ്മളെ ദുർബലരാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. അതിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണഘടന നമുക്ക് ഈ ചില അവകാശങ്ങൾ തന്നിട്ടുള്ളത്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. അല്ലാതെ സ്വയം നമ്മൾ ഒരു വട്ടത്തിനകത്ത് ഒതുങ്ങരുത്. ആ വട്ടത്തിന് പുറത്തേക്ക് നമ്മൾ കടക്കുക. നമ്മുടെ മനസ്സിനെയും നമ്മുടെ പ്രവൃത്തികളെയും ആ വട്ടത്തിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടുക.
എന്ത് വ്യത്യാസമാണ് ഇന്ന വിഭാഗക്കാരും തമ്മിലുള്ളതെന്ന് തുറന്നു ചോദിക്കുക. നമ്മളോട് ആരെങ്കിലും ഓപ്പൺ ആയിട്ട് അത് പറയുകയാണെങ്കിൽ. അല്ലാതെ ഇപ്പം ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. ഒരു വിദ്യാർത്ഥിയെ മാത്രമല്ല ആ അധ്യാപകൻ മാനസികമായി തളർത്തിയിട്ടുള്ളത്, പല വിദ്യാർത്ഥികൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. അതിപ്പോ ഹർത്താലായാലും അതിനെതിരെ ഒരു പ്രതിഷേധം നടത്തിയാലും അത് സമൂഹത്തിലുള്ളവർ മുഴുവൻ അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കണം. അതൊരു വിഭാഗക്കാരിലേക്ക് മാത്രം ചുരുങ്ങരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭരണഘടന ഈ നൽകുന്ന സംരക്ഷണങ്ങൾ, ഈ പ്രത്യേക പരിഗണനകൾ ഒന്നും തന്നെ ഔദാര്യമല്ല, അതൊരു പരിഹാര പ്രക്രിയയാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും ഓർത്തു വെക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഈ വീഡിയോ കാണുന്ന സഹോദരങ്ങൾ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് എല്ലാവരിലേക്കും എത്തേണ്ട ഒരു അറിവാണ്. അതായത് കുറെ ദിവസങ്ങളായിട്ട് ഈ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ നടക്കുന്ന ഈ ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും നടക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ, ഞാൻ ആരോഗ്യപരമായിട്ട് ഒട്ടും ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ആ നിതിന്റെ മരണസമയത്ത് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷവും ഈ ഹർത്താൽ കഴിഞ്ഞ ശേഷവും വീണ്ടും ഇതുപോലെ ഇതിന്റെ പേരിൽ ഇങ്ങനെയാണ് നിതിനുമായിട്ടോ മരണവുമായിട്ടോ കോളേജുമായിട്ടോ ബന്ധപ്പെട്ടല്ല ഏറ്റവും കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. അത് മാത്രം ഇവിടെ ദയവായിട്ട് അവസാനിപ്പിക്കണം. ഒരു സമൂഹത്തിലൊരു വിഷയം വന്നാൽ അത് എല്ലാവരും ഉൾക്കൊള്ളണം. അവിടെ ജാതി, മതം അല്ലെങ്കിൽ സാമ്പത്തികം അതൊന്നും നോക്കിയല്ല. അതിനകത്ത് സത്യാവസ്ഥ എന്താണോ അത് മനസ്സിലാക്കി സമൂഹം ഒന്നായിട്ട് പ്രതിഷേധിക്കുമ്പോഴാണ് എല്ലാ കാര്യത്തിനും നീതി ഉണ്ടാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.